ശ്രീ രാജഗോപാൽ കമ്മത്ത് സാർ, ഈ എന്താണ് നിലവിലെ ഒരു സാഹചര്യം? ഇത് ഇപ്പോൾ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഇന്നലെ പറഞ്ഞത് അതിശക്തമായ മഴ 2 ദിവസത്തേക്ക്, ഇന്നലെയും ഇന്നുമായി. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യെല്ലോ അലേർട്ടിലേക്കൊക്കെ ജില്ലകൾക്ക് മാറാൻ കഴിയും, കാരണം മഴയുടെ തോത് കുറയുമെന്നാണ്. പക്ഷേ മഴയും അതിൻ്റെ സ്വഭാവവും ഒക്കെ കാലവർഷം ഇതിനു മുൻപ് നമ്മൾ അനുഭവിച്ചിട്ടുള്ള നമുക്ക്, അത് പരിചയിച്ചിട്ടുള്ള നമുക്ക് അറിയാത്ത തരത്തിൽ ആ വേറൊരു സ്വഭാവത്തിലേക്ക് അത് മാറിയിരിക്കുന്നു. ഇതിനുള്ള കാരണം എന്താണ്? ഈ പ്രതിഭാസം ഇനിയും തുടരുമോ? ശരിയാണ്, ഗോപീഷൻ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഇതൊരു അസ്വാഭാവികമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതിന് പ്രത്യേകമായിട്ട് ഒരു ആസ്ട്രോണമിക്കലായിട്ടുള്ള റീസൺസ് ഉണ്ട്. കാരണം സൂര്യന്റെ അവസ്ഥ മാറി വരികയാണ്, സോളാർ മിനിമത്തിലേക്ക് കിടക്കുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ കൊല്ലം നമുക്ക് നല്ല ചൂടുണ്ടായിരുന്നു, സോളാർ മാക്സിമത്തിലെത്തി. ഏകദേശം ഒക്ടോബർ നവംബർ മാസത്തിൽ സൂര്യൻ സോളാർ മാക്സിമത്തിലെത്തി. കഴിഞ്ഞ സോളാർ മിനിമത്തിലാണ് നമുക്ക് നല്ല മഴ ഉണ്ടായത്, 2018-19 കാലം. അപ്പോ ഈ 2024 ശേഷം ഇപ്പൊ സൂര്യന്റെ പ്രഭാവം കുറഞ്ഞു വരുന്ന സമയമാണ്. കുറഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ അറിയാം, കഴിഞ്ഞ കൊല്ലത്തെ ചൂട് മൂലം അന്റാർട്ടിക്കയുടെ ഐസ് ഷീറ്റ് മെൽറ്റ് ആയിട്ടുണ്ട്. ഇന്ത്യ മഹാസമുദ്രത്തിന്റെ താപനില 30 ഡിഗ്രി ആയി. കഴിഞ്ഞ കൊല്ലം 34 ഡിഗ്രി ആയിരുന്നു, 4 ഡിഗ്രിയാണ് വ്യത്യാസപ്പെട്ടത്. അപ്പൊ അറബിക്കടലിലെ താപനില ഏകദേശം 1.5 ഡിഗ്രി കുറഞ്ഞു. അത് മാത്രവുമല്ല, കേരള ലാൻഡ് മാസിന്റെ താപനില ഗണ്യമായിട്ട് താന്നു. കഴിഞ്ഞ കൊല്ലമൊക്കെ ഏകദേശം ഒരേപോലെ നിൽക്കുകയായിരുന്നു, 28-29 കേരള ലാൻഡ് മാസിന്റെ ശരാശരി താപനില നിൽക്കുകയായിരുന്നു. ഇപ്രാവശ്യം ഗണ്യമായിട്ട് താന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാറ്റ് ഇങ്ങോട്ടേക്ക് കടന്നു വരാനായിട്ടുള്ള കാരണമായി. അതിൻ്റെ ഒപ്പം തന്നെ ഈർപ്പം നിറഞ്ഞ മേഘങ്ങൾ ഇങ്ങോട്ട് കടന്നു വരാനായിട്ടുള്ള കാര്യമായി. അതുകൊണ്ടാണ് നമുക്ക് മൺസൂൺ തുടങ്ങിയ അതേ ദിവസം തന്നെ മലഞ്ചെരിവുകളിലും മഴ ലഭിച്ചത്. സാധാരണ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ മലഞ്ചെരിവുകളിലേക്ക് പോകത്തുള്ളൂ. ആദ്യം തീരദേശ മേഖല കഴിഞ്ഞതിന് ശേഷം പിന്നീട് മാത്രമേ മലഞ്ചെരിവുകളിലേക്ക് പോകത്തുള്ളൂ. പക്ഷേ ഇന്ന് ആദ്യത്തെ ദിവസം തന്നെ 24-ാം തീയതി തന്നെ മലഞ്ചെരിവുകളിൽ മഴ പെയ്തു തുടങ്ങി. അത് പിന്നെ രണ്ടാമത്തെ ഒരു പ്രഭാവത്തിന്റെ കാരണം കൂടെ നമ്മുടെ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ കാരണം മുതൽ അങ്ങോട്ടുള്ള വലിവുണ്ടായിട്ട് മലഞ്ചെരിവുകളിൽ മഴ ഉണ്ടായി. അതിന്റെ പ്രഭാവം കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ഇന്നത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തീരദേശ മേഖലകളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം കാറ്റിന്റെ തീവ്രത കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മഴ തീരദേശ മേഖലകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും കടൽ ക്ഷോഭം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. വളരെ കലുഷിതമായ കടലായിരിക്കും അടുത്ത ദിവസങ്ങളിൽ, ഇന്നും അടുത്ത ദിവസങ്ങളിലും. ഇന്നത്തെ ഒരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ മഴ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പത്തനംതിട്ടയുടെ വടക്ക് ഭാഗം, ഇടുക്കി, കോട്ടയം ജില്ലയുടെ ഹില്ലി പ്രദേശസ്, പിന്നെ ആലപ്പുഴ, എറണാകുളം, ഈ മേഖലകളിലായിരിക്കും ഇന്നത്തെ ഈ അടുത്ത കുറച്ച് മണിക്കൂറുകളിലേക്ക് മഴ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം അതിന്റെ തീവ്രതയിൽ കുറവ് വരാൻ പോവുകയാണ്. പക്ഷെ തീരദേശ മേഖലകളെ ഒഴിവാക്കുന്നില്ല. തീരദേശ മേഖലകളിൽ മഴ പെയ്യും, പക്ഷെ മറ്റിടങ്ങളിൽ പെയ്യുന്ന മഴ, ഇപ്പൊ വയനാട് പെയ്യുന്ന മഴ, അതുപോലെ കോഴിക്കോടിന്റെ മരം പ്രദേശങ്ങളിൽ പെയ്യുന്ന മഴ, അതിലൊക്കെ ഗണ്യമായിട്ടുള്ള കുറവുണ്ടാവും. ഇത് തെക്കോട്ട് നീങ്ങുന്നതായിട്ടാണ്, ഈ പ്രഭാവം തെക്കോട്ട് നീങ്ങി വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ അടുത്ത 24 മണിക്കൂറുകളിൽ നമുക്ക് ഈ ജില്ലകൾ, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, ഈ ജില്ലകളിലാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ രാത്രിയിൽ ഇവിടെയാണ് മഴ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം ചിലപ്പോ ടോട്ടൽ ഏകദേശം 9 സെന്റിമീറ്റർ വരെ മഴ രാത്രി കാലത്ത് നമുക്ക് ലഭിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പലയിടങ്ങളിലും, പ്രത്യേകിച്ച് ഇടുക്കിയിലും. ഇതിനകത്ത് വരുന്ന ഒരു കുഴപ്പം, ഇടുക്കിയിലും പത്തനംതിട്ടയിലൊക്കെ കോട്ടയത്തിന്റെ ഹില്ലി പ്ലേസസിലും മഴ പെയ്തു കഴിഞ്ഞാൽ നേരെ വരാൻ പോകുന്നത് താഴ്ന്ന പ്രദേശങ്ങളിലാണ്. അപ്പോൾ അടുത്ത 2-3 ദിവസത്തേക്ക് വെള്ളം ഒഴുക്ക് താഴ്ന്ന പ്രദേശങ്ങളിലുണ്ടാവും. കുട്ടനാട്, മീനച്ചിലാറിലും മണിമലയാറിലും ഇപ്പൊ തന്നെ വെള്ളം കയറി തുടങ്ങി. അത് നേരെ ഒഴുകി വരുന്നത് കുട്ടനാട്ടേക്ക് വെക്കാണ്. അപ്പൊ അവിടെ കുറച്ച് ആലപ്പുഴ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിലേക്കും, അപ്പൊ അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും 2-3 ദിവസത്തേക്ക്. നാളെ കഴിഞ്ഞാൽ മഴയുടെ തീവ്രത ഏകദേശം 25%, ഇപ്പോഴത്തെ ഏകദേശം 25% കുറയും. പിന്നെയും മഴ ഉണ്ടാവും, പക്ഷെ തീവ്രത എത്രയോ ഉണ്ടാകത്തില്ല. എന്റെ നിരീക്ഷണത്തിൽ കാണുന്നത് അങ്ങനെയാണ്, തീവ്രത കുറവുണ്ടാവും. പക്ഷെ കോസ്റ്റൽ ഏരിയാസിൽ മഴ കോൺസെൻട്രേറ്റ് ചെയ്യുകയും നമ്മുടെ തീരദേശത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുകയും മലഞ്ചെരിവുകളിൽ കുറയുകയും ചെയ്യും. ഈ ആദ്യഘട്ടത്തിൽ ഒരു 7-8 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത ഫേസിലേക്ക് നമ്മൾ കടക്കാൻ. നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. അതായത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ തീവ്രത അല്പം കുറയും. തീവ്രത കുറയുമ്പോൾ തന്നെ നമുക്ക് കുറെ കൂടി സമാധാനം ഉണ്ടാകും.